ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നു. വാ നോക്കാം. ആരാ? എന്താ മനസ്സിലായില്ല? ബെഡ്റൂം ആയി ഉണ്ടോ? ബെഡ്റൂം ആയില്ല, ബെഡ്ഷീറ്റ് ഉണ്ട്. തമാശ പറഞ്ഞാണോ? അല്ല, തമാശയല്ല. റിച്ചാർഡ് ഗോൺസാൽവസും എമിലി ബോണറ്റും ഒരു ബെഡ്ഷീറ്റും മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ആക്ഷൻ മൂവിയാണ് ദി ബെഡ്ഷീറ്റ്. ഇന്റർവെൽ കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ആണ് കഥ കൊണ്ടുപോകുന്നത്, അല്ലേടാ? വേണോ? വേണ്ട റോസ, ഐ ലവ് യു. ഉണ്ടോ? ഉണ്ട്. ഇല്ല, ഔട്ട് ഓഫ് സെഷനാ. ഓ, എന്നോട് ഇഷ്ടം കൂടാ. ആ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? കുറച്ചു നേരമായല്ലോ തുടങ്ങിട്ട്. മതി പറഞ്ഞത്. ബൈക്കിലുള്ള ഫോളോ ചെയ്യില്ലേ? വെച്ച് നടത്താൻ ഭാവമെങ്കിൽ വിവരം അറിയും. മടി. സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, ഒന്നേ. ബ്രദേഴ്സ്, ബ്രദേഴ്സ്, ഒരുത്തനും കാസറ്റ് എടുത്തിട്ടില്ല. ഒന്നേ. ചോദിക്കുന്നോണ്ട് പരിഭവം തോന്നരുത്. നിങ്ങൾ കാസറ്റ് എടുക്കാൻ തന്നെയാണോ വന്നത്? വേറെ എവിടെ എന്തിരിക്കുന്നു എടുക്കാൻ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതാ സംശയം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? മെമ്പർഷിപ്പ് എടുക്കണം. ഓഹോ, ഇപ്പൊ സമയമില്ല, നാളെ വരാം. ആഹാ, ചെത്ത് പിള്ളേരാ സാറേ. സൂക്ഷിച്ച് സംസാരിച്ചില്ലേ ചെത്തിക്കളയും. അല്ല, സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. ഞാൻ ശാന്തിനഗറിലെ പുതിയ താമസക്കാരനാ. ഓ, ഫസ്റ്റ് സ്ട്രീറ്റിലെ കോളേജ് ലെക്ചർ ആണല്ലേ? ഞാൻ ശാന്തിനഗർ അസോസിയേഷൻ സെക്രട്ടറി ചാണ്ടിക്കുഞ്ഞ്. അറിഞ്ഞു, ഗൂർക്ക പറഞ്ഞു. പറഞ്ഞല്ലേ? ജോലി കൊടുത്തതിന്റെ ബഹുമാനമാണ്. എന്റെ പേര് ദിവസവും 4 പേരുടെ അടുത്ത് പറഞ്ഞ് എന്നെ നാട്ടിച്ചില്ലേ, അവൻ ഉറങ്ങുകയല്ല. ഇവിടുത്തെ ഹിന്ദി കാസറ്റുകൾക്കും പുള്ളി നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു മെമ്പർഷിപ്പ് വേണമായിരുന്നു. അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ. സിമ്പിൾ. സാർ അകത്തോട്ടിരുന്നാട്ടെ. കമാ. സാർ ഇവിടെ വരുന്നു, തിരയുന്നു, ഇഷ്ടമുള്ള കാസറ്റ് എടുക്കുന്നു, VCR ഫീഡ് ചെയ്യുന്നു, പടം കാണുന്നു, തിരിച്ചിവിടെ കൊണ്ട് തരുന്നു. റെന്റ് 8 rupees പെർ കാസറ്റ്. ഇവിടെ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവൻ അവിടെ വന്ന് കളക്ട് ചെയ്യും. വേണ്ട, ഞാൻ തന്നെ റിട്ടേൺ ചെയ്തോളാം. മതി. നോക്കി നിൽക്കാതെ രജിസ്റ്റർ എടുത്തൊന്ന് എഴുതണം സാർ. എങ്ങനെയുണ്ട് ഈ സാരി? എവിടുന്നാ? ഇൻസ്റ്റാൾമെന്റിൽ എടുത്തതാ. അപ്പുറത്തെ രാധിക നിർബന്ധിച്ചപ്പോ ഞാനും ഒന്നെടുത്തു. എങ്ങനെയുണ്ട്? ഈ ഇൻസ്റ്റാൾമെന്റ് ഏർപ്പാടൊക്കെ കളിപ്പീരാ. എത്ര രൂപയായി? 225 പറഞ്ഞു. 200 തന്നു. അല്ല, വില കൂട്ടിയിട്ടിട്ട് സൗകര്യം പോലെ കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലോ. കടയിൽ നിന്നായിരുന്നെങ്കിൽ 100 രൂപ കിട്ടിയനെ. ടഫ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മോളിതൊന്നും ഉടുത്ത് കാണാതെ ഞാൻ എങ്ങനെ ഫൈനലായിട്ടൊരു അഭിപ്രായം പറയുന്നത്? ഇപ്പൊ വേണോ? ഇപ്പൊ തന്നെ ഒരു ഡ്രസ് റിഹേഴ്സൽ നടത്തി വെച്ചാ ഞായറാഴ്ച പാട്രിക്കിന്റെ മാരേജിന് എനിക്കിത് സജസ്റ്റ് ചെയ്യാലോ. പാട്രിക്കിന്റെ മാരേജിന് ഞാൻ വരണോ? പിന്നെ ഞാൻ തനിച്ചു പോവാനോ? അത് കൊള്ളാം. ഇതൊന്നും ഉടുക്ക്. ചെല്ലേ. സുരേന്ദ്ര സാറിന്റെ വൈഫ് ഇതുപോലെ വെട്ടില് വീണതാ. കഴുകിയപ്പോ നിറം മുഴുവൻ ഇളകിപ്പോയി. കോയമ്പത്തൂരിലെ മില്ലിൽ വരുന്ന വേസ്റ്റ് ഇവന്മാര് കിലോ കണക്കിന് തൂക്കിക്കൊണ്ടിരുന്ന. നല്ല സാധനോട്ട് കിട്ടത്തുമില്ല. മാസാമാസം എന്റെ മോന്ത കാണുകയും വേണം. അതുകൊണ്ട് ആരും മേടിക്കാതിരിക്കല്ലേ? ഞാനൊരു സാരി എടുത്തത് പ്രേമേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. അയാൾ വരുമ്പോ ഇത് തിരിച്ചു കൊടുത്തേക്കാം. റെഡി. ആഹാ, എന്റെ മോളെ കലക്കി. എന്താ രാജേട്ടാ ഇത്? അപ്പുറത്തൊക്കെ ആളുകളുണ്ട്. എന്തൊരു മാച്ചിങ്. എന്റെ മോളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ഏട്ടൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പൂവിന് നിറം പോലെ അങ്ങനെ ശരീരത്തിൽ ചേർന്ന് കിടക്കുകയല്ലേ? അയ്യോ, രാജേട്ടാ താഴെ നിർത്ത്. ഞാൻ വീഴന്നേ. ഞാൻ എടുത്തേക്കുമ്പോ വീഴാനോ? സാരി മേടിച്ചതിനല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്. പെണ്ണുങ്ങളെ കബളിപ്പിച്ച് കാശുണ്ടാക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വീഴുവരുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിലാകുമ്പോ ആവശ്യത്തിന് സെലക്ഷനും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു കൊടുത്തേക്കാവുന്ന. ഇന്ന് മുഴുവൻ കുറ്റപ്പെടുത്താൻ ഒരു കാര്യം കിട്ടി. ഒന്ന് നിർത്തി. എന്റെ സെലക്ഷൻ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടായി. അതിന് ഐസ്ക്രീം വാങ്ങിത്തരാൻ കൊണ്ടുപോവാ. പോട്ടെ. സാറല്ലേ? ഉണ്ട്. ഞാൻ അന്വേഷിച്ചു പറഞ്ഞു. പോട്ടെ.
ഇന്ന് ആരും വരുന്നില്ലല്ലോ ചേട്ടാ. നമുക്ക് അടച്ചിട്ട് പോകാം. തുണി വല്ലതും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടോ? എടുക്കടോ. ഹലോ, ചണ്ഡി സ്റ്റുഡിയോ. അയ്യോ, മാഡത്തിന് ഏത് കാസറ്റാണ് വേണ്ടത്? ഇപ്പൊ കൊണ്ടുവരാം. മിസ്സിസ് മാലതി സുകുമാരന് ആദാമിന്റെ വാരിയല് വേണമെന്ന് കൊണ്ട് കൊടുത്തിട്ട് അതുവഴി ഞാൻ വീട്ടിൽ പോകും. മെമ്പേഴ്സിനോട് പൊളൈറ്റ്നെസ് നല്ലതാണ്, പക്ഷെ ലൈബ്രറിയുടെ പേര് മാറ്റരുത്. ചാണ്ടീസ് വീഡിയോസ്. ചണ്ഡീസ് വീഡിയോസ് അല്ല. ബോത്താർ മാത്തമാറ്റിക്സ്. രണ്ടും കണക്ക് തന്നെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ. വിവരമില്ല. 200 രൂപ കൂടി വേണം. മിസ്സിസ് സുകുമാരൻ വാരിയലിന്റെ കൂടെ 200 രൂപയും കൂടി ചോദിച്ചോ? രൂപ എനിക്കാ. ഒരു ജോഡി ഷൂ മേടിക്കണം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആരുടെ ശമ്പളത്തിൽ നിന്ന്? എന്റെ ശമ്പളത്തിൽ നിന്ന്. നിനക്ക് എത്ര രൂപ ശമ്പളം? 150. ഈ മാസം എത്ര രൂപ പറ്റുണ്ട്? 350. അത് പിടിച്ചിട്ട് ബാക്കി ആലോചിക്കാം. വീഡിയോ ലൈബ്രറി സ്റ്റാഫിന്റെ കടങ്ങളൊക്കെ എഴുതി തള്ളാൻ സർക്കാർ എപ്പോഴാ പറയുന്നത് അറിയാൻ മേല. ചൂടായിരിക്കണം. ട്രബിളൊന്നും ഇല്ലല്ലോ. നല്ലപോലെ ഓടിയില്ലേ? ഇങ്ങനെ പോയാൽ ട്രബിൾ ഉണ്ടാകും. താൻ ഓടേണ്ടി വരും. എന്താ സാർ, വല്ല ജമ്പോ ജെർക്കോ അല്ലോ? നിങ്ങളെ ഏത് കാസറ്റാ തന്നത്? ശ്രീകൃഷ്ണലീല. ശ്രീകൃഷ്ണലീല. ഇത് മറ്റവനാ. മറ്റവനോ? എന്താ അറിയാൻ വയ്യാത്ത പോലെ? നല്ലൊരു അഷ്ടമരോഹിണിയായിട്ട് കുടുംബത്തോടെ ഇരുന്ന് കാണാമെന്ന് വെച്ചെടുത്തതാ. കണ്ടതുമില്ല, മാനവും പോയി. ഹോ, ഇനി അമ്മായിയമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യോ, നോക്കാൻ വയ്യാത്ത വിധത്തിൽ അമ്മായിയമ്മയുടെ മുഖത്തിന് എന്തോ പറ്റി സാർ? എടോ, ഇത് ബ്ലൂവാ. ശ്രീകൃഷ്ണലീല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ? അതെ. പിന്നെ അതെങ്ങനെ ബ്ലൂ ആയി? ബ്ലൂ ലഗോണ്ട് അടുത്ത വെച്ചിരുന്നു, അതൊന്ന് പറഞ്ഞായിരിക്കും. അത് ശരിയാ, മാഗ്നറ്റിക് ടേപ്പ് അല്ലേ? അങ്ങനെ സംഭവിക്കാം. കിടന്ന് ഉരുളാൻ നോക്കണ്ട, രണ്ടിനെ ഞാൻ അകത്താക്കും. റെസിഡൻഷ്യൽ കോളനിയിലെ തന്റെ തോന്നിയാസം. എന്താ ജോസഫ് സാറേ പ്രശ്നം? പുരാണ സിനിമയുടെ കാസറ്റ് എന്നും പറഞ്ഞ് തന്നത് വൃത്തികെട്ട കാസറ്റാ. അത് ചോദിച്ചപ്പോ രണ്ടും കൂടി എന്നെ ഊശിയാക്കുക. പോലീസ് വന്ന് ചോദിക്കുമ്പോ സമാധാനം പറയുമെന്ന് നോക്കാലോ. ജോസഫ് സാർ, ജോസഫ് സാർ പ്ലീസ്. എന്താടോ ചാണ്ടി ഇത്? ഈ മരങ്ങോടൻ എടുത്തു കൊടുത്താ. എന്താടോ മരങ്ങോടായത്? അവർ മാറിപ്പോയതാ. ഓ, കൃഷ്ണലീലയല്ലേ? അതീശാല നീല കലർന്നു എന്ന് വെച്ച് അയാൾ എത്ര ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണം. സാർ അയാളോടൊന്ന് പറയണം, പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. പോലീസുകാർ ഇതിനകത്ത് കയറിയ പിന്നെ ചെലവാ. സാർ പറഞ്ഞ അയാൾ കേൾക്കും. ഞാൻ പറഞ്ഞു നോക്കാം. ഇൻസ്പെക്ടർ ബലറാം ഉണ്ടോ? ഓക്കെ, നിൽക്കാതെ എടുത്തു കൊടുക്കണോ? ഓ, ജോസഫ് സാറിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റണ്ട. ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാരും കൂടി ഇരുന്ന് കാണാം, അല്ലേ? ചോർ 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 ഓടി വരണേ. ചോർ ചോർ. ഞാൻ ചോദിച്ചിട്ട് ഇയാൾ ഒന്നും പറയുന്നില്ല. ഇയാൾ നിന്ന് കിടക്കാതെ പെട്ടെന്ന് കാര്യം എന്താണെന്ന് പറ. പെട്ടെന്ന് പറയാൻ വേണ്ടിയല്ലേ ഞാൻ സ്പീഡ് കിടക്കുന്നത്. താനൊന്ന് പറഞ്ഞു തൊലച്ചിട്ട് എവിടെങ്കിലും പോയി കിടക്ക്. ചോർ മജായ ചോർ. അതെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? ഒരു മുഴുത്ത കള്ളനെ ആ മതിൽ അടിക്കണം. ഏത് മതില്? ബാങ്കിന്റെ ഭാഗത്തേക്ക് പോയി. ബാങ്കിന്റെ മതിലോ? അല്ല, ബാങ്കിന്റെ അപ്പുറത്തെ മതിലുള്ള വീടിന്റെ മതില്. അല്ല, HMT ജോലിയുള്ള മേനൻ സാറിന്റെ മതില്. എന്നിട്ട് എങ്ങോട്ട് പോയി? മിർച്ചി മസാല ഞാൻ കണ്ടില്ല. കിന്തു ബീസാൽ ബാദ് കുറെ ദൂരം ഞാൻ അവന്റെ പിന്നാലെ ഓടി. പരന്തു ഞാൻ അടുത്തിൽ നേരം നിൽക്കാനുള്ള ക്ഷമ അവൻ കാണിച്ചില്ല. ഈ ശാന്തിനഗറിൽ മാത്രമാണ് കള്ളന്മാരുടെ ശല്യം ഇല്ലായിരുന്നത്. ഇവിടുത്തെ കൂർഗ അച്യുതൻ സിംഗ് ആണ് കള്ളന്മാർ അറിഞ്ഞു കാണുമെന്ന്. തുണിയൊന്നും പുറത്ത് കിടപ്പില്ലല്ലോ? ഇല്ല, ഞാനെല്ലാം നേരത്തെ എടുത്തിട്ടു. മോളിയുടെ വീട്ടിൽ ടെറസിൽ നനച്ചിട്ടുന്ന തുണി മിനിഞ്ഞാന്ന് കള്ളം കൊണ്ടുപോയത്രേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. തന്നെ അറിയിച്ചിട്ടല്ലേ കള്ളം മോഷ്ടിക്കാൻ വരുന്നത്. ഏതായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഉഷ്ണകാലമായതുകൊണ്ട് ആരും വിൻഡോ ഒന്നും തുറന്നിട്ട് കിടക്കണ്ട. ഇപ്പോഴിവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഫിറോസ് എന്റെ ഫ്രണ്ടാ. ശാന്തിനഗറിൽ ഒരു കണ്ണ് വേണമെന്ന് ഞാൻ അവനോട് പറയാം. ഒക്കുമെങ്കിൽ 2 പോലീസുകാരെ നൈറ്റ് പെട്രോളിന് അയക്കാൻ പറയാം. ഞാനിവിടെ ഉള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ സാർ? താൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ആവശ്യം. ഗോൾഡും വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സും ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്ന സേഫ്. ഈ ശിവൻപിള്ള സാറിനെ പോലെ ഇത്രയും പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ടില്ലേ അർദ്ധരാത്രിയിലും ക്യാൻവാസിംഗ്? അതെങ്ങനാ? ഇതല്ലേ നമ്മുടെ കൂർക്ക. ഇനി എല്ലാരും പോയി ചന്ത ഉറപ്പിച്ചില്ലേ സുഖമായിട്ട് ഉറങ്ങിക്കുള്ളൂ. കള്ളവരാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. എടോ, ഞങ്ങളുടെ ഉറക്കം കെടുത്താനാണോ തനിക്ക് ശമ്പളം തരുന്നത്? എന്നാ ഇന്ന് ഉറങ്ങുന്നില്ല. രാധികയുടെ അദ്ദേഹത്തിന് നല്ല ഹ്യൂമർ സെൻസാ. ആ കൊച്ചൻ നല്ല മിടുക്കന്. എനിക്ക് അയാളൊരു മഹാബോറനായിട്ടാ തോന്നിയത്. ആളുകളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വരുത്തിക്കൂട്ടിയൊരു സംസാരവും അത് കേട്ട് ചിരിക്കാൻ കുറെ പേരും. എല്ലാരും നിന്നെ പോലെ ആയാലും അങ്ങനെയാടാ പ്രേമ. ഈ വീടിന്റെ മുമ്പിൽ ഈ കണ്ട ജനം അത്രയും കൂടിയിട്ട് നീ കമാന്ന രക്ഷയും മിണ്ടിയോ? എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. അമ്മയും മരുമോളും കൂടി കുറച്ച് കോമഡി എഴുതിത്താ. ഞാനത് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞിട്ട് ഹോ ഹോന്ന് ചിരിക്കാം. അയ്യ, തമാശ പറയുന്ന ആള്. തമാശ പറഞ്ഞില്ലേലും വേണ്ടില്ല, വലിയ സീരിയസ് ആകാതിരുന്നാ മതിയായിരുന്നു എന്റെ ദുശാസന. ബാബു, മറ്റേ കാസറ്റൊക്കെ എടുത്ത് മാറ്റിക്കോ.
നമസ്കാരം സാർ. താനാണോ ചാണ്ടീസ് വീഡിയോസിന്റെ ഉടമ ചാണ്ടിക്കുഞ്ഞ്? അതെ. കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ സംഭവിച്ചത്? കുമാരസംഭവം ഏ? അല്ല, ഭക്തപൂജാല. സോറി, ശ്രീകൃഷ്ണലീലയിൽ ശകലം നീല അവസം പറ്റിയതാ. എടോ, തന്റെ കാസറ്റിൽ നീലമോ കര പറ്റിയെങ്കിൽ അതറിയേണ്ട കാര്യം പോലീസില്ല, മനസ്സിലായോ? ഹോം മിനിസ്റ്ററുടെ PS-ന്റെ മകളും കൂട്ടുകാരും കഴിഞ്ഞ ദിവസം കാസറ്റ് എടുക്കാൻ വന്നപ്പോ ഏതോ പൂവാലന്മാരോട് ഒന്ന് ശല്യം ചെയ്യുന്നു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആരാവന്മാര്? ഇപ്പോഴാ പിടി കിട്ടിയത്. എങ്കിൽ പേര് വിലാസം പറഞ്ഞോളൂ. സി ചാണ്ടിക്കുഞ്ഞ് അഥവാ ചാക്കുണ്ണി ചാണ്ടിക്കുഞ്ഞ്, G20, ശാന്തിനഗർ. തന്റെ വിലാസം അല്ല ചോദിച്ചത്, അവന്മാരുടെ വിലാസം. അവന്മാരുടെ എനിക്കറിയില്ല സാർ. പിന്നെ തനിക്ക് പിടികിട്ടിയെന്ന് പറഞ്ഞതോ? സാർ ഇവിടെ വന്നത് എന്തിനാണെന്ന് പിടികിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ശാന്തിനഗർ അസോസിയേഷന്റെ സെക്രട്ടറി താനല്ലേ? അതെ. എന്നിട്ട് തനിക്ക് അവരെ അറിയില്ല? അവന്മാരെ ഞാൻ ഈ കോളനി കണ്ടിട്ടേ ഇല്ല. ഒരുത്തനെ മാത്രം പഴയ സിനിമ പോലെ നേരിയ ഒരു ഓർമ്മ. ഏത് വീട്ടിലേണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അവന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിക്കാം. പരസ്പര വിരുദ്ധമായ മറുപടി പറയണ്ടെന്ന് കരുതിയാ ഞാൻ ഒളിച്ചത്. അല്ലേലും നീ ഒരു മുതലാളി വിരുദ്ധനാണ്. താങ്ക്സ്. തിങ്കളാഴ്ച ഞാൻ പിക്ക് ചെയ്യാം. ഇവിടെ ബോറാണെങ്കിൽ വൈകിട്ട് നീ ഗ്രൗണ്ടിലോട്ട് വാ. ടോണി ഹാരി അവിടെ വരും, അവരെയും പരിചയപ്പെടാം. വരാം. ആ കക്ഷിയെ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഗ്യാങ്ങാ. നീ ഒന്ന് മുട്ടി നോക്ക്, ചിലപ്പോ വളയും. ഇവിടെ സ്ഥിരമായിട്ട് നിന്നിരുന്ന ട്രൈ ആയിരുന്നു. അളിയച്ചാരൊന്ന് നിർത്തണ്ടേ? പെങ്ങള് വിചാരിച്ചാ പോരെ, അല്പം സോപ്പ് പോകപ്പേര്. അതേ ഉള്ളൊരു വഴി. സുധി വന്നിട്ട് പ്രേമേട്ടൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. കാണാൻ കൊത്തിയാവുക. ഒന്ന് വിളിക്കാവനെ. കളിയാക്കാതെ പ്രേമേട്ടാ. അവനെ ഒന്ന് കാണണം. വല്ലാതെ കോലം കെട്ടുപോയി. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോകുമ്പോ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോസ്റ്റലിലെ ഭക്ഷണമല്ലേ. അച്ഛനെങ്ങാനും ഈ കോലത്തിൽ കണ്ട രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടാവാൻ അത് മതി. സ്വന്തം മകൻ മെലിഞ്ഞത് കണ്ടിട്ട് ലോകത്ത് ഇതുവരെ ഒരച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല. വാടക വീട്ടിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലേ അവനെ ഹോസ്റ്റലിലാക്കിയത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ താമസമാക്കിയിട്ടും ഇവിടെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞ അച്ഛൻ എന്ത് വിചാരിക്കും? മകനെ കൂടെ നിർത്തി മകളുടെ ജീവിതം തുലയ്ക്കാൻ മാളിക വീട്ടിൽ മാധവൻ പിള്ള തുനിയില്ല. പെങ്ങളെ അളിയനെയും കാണാൻ എല്ലാ ആഴ്ച അവനിങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അത് പോരെ? അല്ലെങ്കിലും എന്റെ ഏതാഗ്രഹം പ്രേമേട്ടൻ സാധിച്ചു തന്നിട്ടുള്ളത്? ഒരാഗ്രഹവും സാധിച്ചു തന്നിട്ടില്ല. എന്നാൽ ചെറിയൊരു ആഗ്രഹം ഇപ്പൊ സാധിച്ചു തരാം. അപ്പുറത്തെ രാജീവനും ഭാര്യയും ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല എന്നുള്ള നിന്റെ പരാതി ഇപ്പൊ തീർത്തു തരാം. പോയി കൂട്ടത്തിൽ നല്ല സാരി നോക്കി കൊടുത്തോ. മോളെ ആരാ വരുന്നത് നോക്കി. നമസ്കാരം. നമസ്കാരം. വരൂ. ഹലോ. ഇരിക്കും ഇരിക്കും. രാധിക അടുക്കളയല്ല, ഇപ്പൊ വരും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാൻ രണ്ടുപേർക്ക് ഇപ്പഴാ സമയം കിട്ടിയത്. എപ്പോഴും വിചാരിക്കും ഇന്ന് പ്രേമേട്ടന് സൗകര്യപ്പെട്ടത്. ഇത്രയും ദിവസമായിട്ടും നിങ്ങളൊന്നും ഇങ്ങോട്ട് കാണാതായപ്പോ പ്രേമേന്ദ്രൻ സാർ ആളൊരു റിസർവ്ഡ് ടൈപ്പ് ആയിരിക്കും എന്ന് ഞാൻ മോളോട് പറഞ്ഞു. ആവശ്യമില്ലാതെ ചങ്ങാത്തം കൂടെ ഞാനെങ്ങും പോവാറില്ല. ആവശ്യത്തിനാകാമല്ലോ. മോനെന്തേ? അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും കൂടെ അങ്കിളിന്റെ വീട് വരെ പോയി. ഇവിടെ അടുത്ത് തന്നെ. ചായ എടുക്ക്. അല്ല, ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചെന്ന് കരുതി വയറിന് അസുഖമൊന്നും വരാൻ പോകുന്നില്ല സാറേ. നീ ചായ എടുക്ക്. ചെല്ലേ. വരാം. പിന്നെ ശാന്തിയാറിലെ താമസമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഇത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു ഹൗസിംഗ് കോളനി കേരളത്തിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല. ഞങ്ങൾ വീട് വെക്കുന്ന കാലത്ത് സെന്റിന് 2000 രൂപയായിരുന്നു വില. ഇപ്പൊ എന്താ സ്ഥിതി? ഞാൻ 25 വെച്ച് 6 സെന്റ് വാങ്ങിയത്. അത് 2 കൊല്ലം മുമ്പല്ലേ സാറേ. ഇപ്പൊ 40 കൊടുത്താലും 1 ഇഞ്ച് സ്ഥലം കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നതിൽ എന്റെ വൈഫിന് വലിയ താല്പര്യമില്ലായിരുന്നു. ചുറ്റും മരങ്ങളും വളരെ വിശാലമായ മുറ്റമൊക്കെ ഉള്ള ഒരു കൊച്ചു വീടാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയും തുളസി കതിരും ഒക്കെ ചൂടി 2 നേരം അമ്പലത്തിൽ പോയിരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി അല്ലായിരുന്നോ? എന്ത് പാട് വെട്ടെന്ന് ഒന്ന് മോഡേണാക്കി എടുക്കാൻ. രാജേട്ടൻ ആരെങ്കിലും കിട്ടിയാ പിന്നെ സംസാരിച്ചോണ്ടിരുന്നോളൂ. നമ്മൾ പുറത്തു പോകുമ്പോ കൂടെ കൊണ്ടുപോകാനുള്ളതല്ലേ. 4 ആൾ കണ്ടാ കുറ്റം പറയരുതല്ലോ. പിന്നെ ഈ ബ്ലൗസ് എവിടെ തയ്പ്പിച്ചതാ? ഈ സ്റ്റൈലേഴ്സ് ലേറ്റസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തയ്പ്പിച്ചോണ്ട് വന്നതാ. രാധിക ബ്യൂട്ടി പാർലറിൽ പോവോ? അതും അദ്ദേഹത്തിന് നിർബന്ധ. മുഖം വരണ്ടിരിക്കുന്നു, ഓയിൽ മെസ്സേജിന് പോയില്ലെന്ന് കുറച്ചു മുമ്പേ ചോദിച്ചതേ ഉള്ളൂ. സുലോചന ഏത് ബ്യൂട്ടി പാർലറിലാ പോകുന്നത്?
ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ സിപ്ലായിന്നും മെർക്കിന്നും ഗ്ലാക്സോയിന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇതിനെ വെറുതെ ഒരു റോളിംഗ് സ്റ്റോൺ ആവുന്നത്. ഇപ്പോഴത്തെ ഈ കമ്പനി എനിക്ക് വളരെ നല്ല ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. പക്ഷെ എല്ലാ റെപ്രസെന്റേറ്റീവ്സിന്റെ സ്ഥിതി അതല്ല കേട്ടോ. സാമ്പിൾസ് വിറ്റ് ചെലവ് കഴിയുന്നവർ വരെ ഉണ്ട്. എന്റെ മെഡിക്കൽ പുരാണം കേട്ട് ബോറടിച്ചെന്ന് തോന്നുന്നു. കുറച്ച് സാറിന്റെ ഈ ഫ്രാങ്ക്നെസ് ആണ് എനിക്ക് ഇഷ്ടമായത്, സത്യമായിട്ടും. കൊടുക്ക്. മോക്ക് ചായ ഇല്ലേ? എനിക്ക് വേണ്ട. മോള് വൈകുന്നേരം ചായ കുടിച്ചില്ലല്ലോ. വേണ്ട രാജേട്ടാ. പാലില്ലല്ലേ? ഈ രാജന്റെ കാര്യം. നമുക്ക് രണ്ടുപേർ കൂടെ കുടിക്കാം. എന്താ? ഒന്നുമില്ല. രാധികയുടെ ഭാഗ്യം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കണ്ണ് നിറഞ്ഞു പോയതേ എന്റെയാ, നിന്റെ നഖം കൊണ്ടിട്ട്. കണക്കായിപ്പോയി. ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു പഠിക്ക്. രാധികയ്ക്ക് ചായ ഇല്ലെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിഷമം കണ്ടില്ലേ? ഇവിടെ എങ്ങാനും ആയിരിക്കണം. കൈ കിട്ടുന്നത് ഒറ്റ മൂന്നിന് കുടിക്കും. ബാക്കിയുള്ളവർക്ക് ഉണ്ടോ കുടിച്ചോ? സ്വന്തം കാര്യം മാത്രം. കൈവെള്ളെ വെച്ചല്ല അദ്ദേഹം രാധികയെ നോക്കുന്നത്. മോളെ എന്നുള്ള വിളി കേൾക്കുമ്പോ അസൂയ തോന്നുവാ. നമ്മുടെ ഭർത്താവ് സുലോചനെ, എടി നീ എന്നല്ലാതെ വിളിക്കുവോ? സ്നേഹിച്ചിട്ട് അധികാരം കാണിച്ചെങ്കിൽ വേണ്ടില്ലായിരുന്നു. എന്റെ പൊന്നു സുലോചന, ആദ്യം നീ എന്റെ കൈവെള്ളയിലോട്ടൊന്ന് കേറി ഇരിക്കെ. നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കിത്തരാം. എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ട്.